ഉണ്ടാക്കിയ പോലെ ഉണ്ട്. എന്താ ഇത് ഉണ്ട്. ഹായ്. അപ്പം ഇതാ കാണുന്ന 472 ഫസ്റ്റ് അവന്യൂ ഇല്ല, നിങ്ങൾക്ക് കാണാം വെല്ലേ വ്യൂ ഹോസ്പിറ്റലാണ്. അത് ആദ്യം എനിക്ക് മനസ്സിലായേ ഇല്ല. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഉള്ളിൽ പോവാം. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ഒരു ഷോപ്പിംഗ് മാൾ പോലെ ഉണ്ട്, നമുക്ക് മനസ്സിലാവാത്തേ ഇല്ല തീരെ. ഇതാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കാഴ്ച. ഒരു മാലിൻ്റെ പോലെ ഉണ്ട്, നമുക്ക് തീരെ മനസ്സിലാവില്ല ഹോസ്പിറ്റലാണ്. ഞാൻ ഉള്ളിൽ പോകുന്നില്ല, ഇത് ക്യാമറ പിടിച്ച് വെച്ചാലോ അറിയില്ല, വീഡിയോ എടുക്കാൻ പറ്റുമില്ല പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടിട്ട് ഞാൻ കാണിച്ചതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോക്കെ കാണിച്ചെന്ന് തോന്നുന്നു, എന്താ പൂക്കളൊക്കെ അലങ്കരിച്ച് വെച്ചത്. എൻ്റെ വീട്ടിൽ നിർത്താണ് ഇപ്പം ഞാൻ നടന്നുകൊണ്ട് പോകുന്നത്, നിന്ന സ്ഥലത്ത് തന്നെ. എൻ്റെ വീട് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടല്ല ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഹോസ്റ്റലിൻ്റെ വീടാണ്. പക്ഷെ ഞാൻ താമസിക്കുന്ന വീടാണ് ഉദ്ദേശിക്കുന്നത്. വേണ്ട അവിടെയൊക്കെ ആൾക്കാർ ഈ സ്ഥലമൊക്കെ കുറച്ച്, പക്ഷെ വീടിൻ്റെ റെൻറ്റ് ഭയങ്കര കൂടുതലാണ്. $3000 ഇവിടെയൊക്കെ. ഇതും സിറ്റി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, മൻഹാട്ടൻ. ഇതാണ് സബ്വേ അവന്യൂ 1. എല്ലാ സബ്വേയാണ്, സബ്വേക്ക് ലവൈയാണ്. അവിടെ ചർച്ചുണ്ട്. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടാണ് പോകേണ്ടത്, ട്രേഡേഴ്സ് ജോ പറഞ്ഞിട്ട്. സോ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ് കൂടുതൽ, സോ അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്. പ്രശ്നമില്ല. പക്ഷേ ഇവിടെയൊക്കെ മെയിൻ റോഡൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ഇത് വന്ന ശേഷം മാത്രമേ ക്രോസ് ചെയ്യാവുള്ളൂ. ഇതാ പെഡസ്ട്രിയൻ സിഗ്നൽ വന്നപ്പോൾ മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ക്രോസ് ചെയ്ത് പണിയാവും. കാരണം ചില കുറേ ബൈക്കുകാർ ഇവരൊക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത്. സോ ഇവിടെ സ്മോക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കഞ്ചാവൊക്കെ കിട്ടും. നിങ്ങൾക്ക് അറിഞ്ഞ പോലെ ന്യൂയോർക്കിൽ ഇപ്പോൾ കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാരുടെ കഞ്ചാവൊക്കെ വലിക്കുന്ന കാണാം. സോ ഇത് കഞ്ചാവിൻ്റെ കടയാണ്. പോയി കഴിഞ്ഞാൽ എല്ലാ രീതിയും കഞ്ചാവ് കിട്ടും. മാക്ഡൊണാൾഡ്സ് കണ്ടാവും. എന്നിട്ട് ഇപ്പം നമ്മൾ പള്ളി കൂടെ ഉണ്ട്. ന്യൂയോർക്കിലെ പള്ളിയാണ്, ഇമ്മാനുവൽ കോൺസെപ്ഷൻ ചർച്ചാണ്. ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് ഫീസ് പറഞ്ഞിട്ടുണ്ട്. $1 50 സെൻസേ ഉള്ളൂ. കണ്ടോ, സ്കൂൾ സ്റ്റുഡൻറ്റ് സ്പെഷ്യൽ പറഞ്ഞിട്ട് ചീസ് സ്ലൈസാണ്, അത് $1 ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു പിസക്ക് $1 50 എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. നിങ്ങളെപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് 20th സ്ട്രീറ്റ് ഫസ്റ്റ് അവന്യൂൻ്റെ അടുത്താണ് ഉള്ളത്. സോ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവന്യൂ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് അവന്യൂ സൈഡല്ല നിങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ ഈസ്റ്റേൺ സൈഡിലേക്കാണ്, ഫസ്റ്റ് അവന്യൂന് ഈസ്റ്റേൺ സൈഡിലേക്കാണ് പോകേണ്ടത്. ഓക്കെ. സോ 20th അല്ല, ഇതിപ്പോൾ ഞാൻ 14ാമത്തെ സ്ട്രീറ്റിലാണ് ഉള്ളത്. 14th സ്ട്രീറ്റിൽ നിങ്ങൾ 14ാമത്തെ സ്ട്രീറ്റിൽ വരേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം. $1 $1 നിങ്ങൾക്ക് ഇത് എടുക്കാം. ഇതാ 40-70 സെൻറ്റിന് ബോൺലെസ് ചിക്കൻ വിങ്സ് ഉണ്ട്. മൺഡേ ടു ട്യൂസ്ഡേ മാത്രമേ ഉള്ളൂ. സോ ഇന്നുണ്ടെന്ന് തോന്നുന്നു, ഇന്ന് ട്യൂസ്ഡേ ആണ്. സോ അങ്ങനെ കുറേ സംഗതികളുണ്ട് ഇവിടെ. ട്രേഡേഴ്സ് ജോ, ഇതാ നമ്മൾ ട്രേഡേഴ്സ് ജോൻ്റെ അടുത്തെത്തി. ഇതാണ് ട്രേഡേഴ്സ് ജോ. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. പുറത്തുനിന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ സൂപ്പർ മാർക്കറ്റ് ഭയങ്കര തിരക്കുണ്ടാവും എപ്പോഴും. ഇനിയിപ്പോൾ തിരക്കുണ്ടെന്ന് അറിയില്ല. ട്രേഡേഴ്സ് ജോ ഉണ്ടോ. സോ ഈസ്റ്റ് വില്ലേജ് ഭയങ്കര ചീപ്പാണ്. ഭയങ്കര ഒറിജിനൽ എല്ലാ സാധനങ്ങളല്ല, കുറേ സാധനങ്ങൾ ചീപ്പാണ് ഇവിടെ, വിലക്കുറവാണ്.
That looks like a magic wand. It's just a camera. Oh, okay. I was gonna say, if it's a magic wand, could I give you 3 things? Can you No. make some crazy people disappear? But it's gonna be like a long list. Oh, okay. 15 It's a 360-degree camera. Okay. Have a good day. thank you. Yeah, thank you. ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ് ഇവിടെ. എന്താണ് കണ്ടോ? ഞാൻ വന്നത് എന്തിനാ പറഞ്ഞിട്ട് എനിക്ക് മറന്നായി. ചപ്പാത്തിയൊക്കെ കിട്ടും. എന്താ കണ്ടോ ചപ്പാത്തിയൊക്കെ ടോട്ടലോസാ 2.299 യൂറോസ്. ഇത് എനിക്ക് വീട്ടിലുണ്ടാക്കിയ പോലെ ഉണ്ട്. എന്താ ഇത് ഉണ്ട് 2.9. ലവാഷ് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അവിടെയൊക്കെ കിട്ടുന്നത് ഭയങ്കര ചീപ്പാണ്. സോ വയറൊന്നും അറിയും. ഇതും പിന്നെ അവരൊക്കെ എന്തൊക്കെ കറികൾ കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇത്ര 3 യൂറോ ഉള്ളൂ. ബ്രെഡൊക്കെ ഉണ്ട്. അത് ചീപ്പാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചീപ്പാണ്. വേറെ അടുത്ത് കമ്പയർ നിങ്ങൾ ഇന്ത്യക്ക് കമ്പയർ ചെയ്യല്ലേ. ഞാൻ ഇന്ത്യക്ക് കമ്പയർ ചെയ്ത് പറയുന്നതല്ല. ഞാൻ ഇവിടുത്തെ കാര്യം പറയുന്നത്. ഇവിടുത്തെ കാര്യം നോക്കി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചീപ്പാണ്. മിക്കവാറും കുറേ സാധനങ്ങളൊക്കെ ചീപ്പാണ് ഇവിടെ. സോ ചിക്കന് മാത്രം ഞാൻ കുറച്ച് കൂടുതൽ കണ്ടിട്ടുള്ളൂ, വില കൂടുതൽ. അത് നമുക്ക് ഇവിടെ ടാർഗറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് നല്ല വില കുറവ് ചിക്കൻ ഞാൻ കണ്ടായിരുന്നു. ബാക്കിയെല്ലാം മിക്കവാറും ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഷോപ്പുകൾ. സോ ഇന്നത്തെ തിരക്കില്ല ആൾക്കാർ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ക്യൂ കാണാം നിങ്ങൾക്ക്. ഇന്ന് ആൾക്കാരുടെ അത്ര തിരക്കില്ല. ഞാൻ എന്തിനാ വന്നാൽ എനിക്കെന്നെ മറന്നുപോയി. ഞാൻ എന്താ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ പറഞ്ഞിട്ട്. നോക്കട്ടെ. എന്തെങ്കിലും 2 യൂറോക്കൊക്കെ ചില ചിപ്സ് ഉണ്ടാവും. ഫ്ലേവേർഡ് ചില്ലി ലൈം ഫ്ലേവേർഡ് fried pork fines. He's so happy. He's like giddy. It's adorable. Well, I'm not that happy, but I'm better than I was. Thank you, Sexy. ഈ ചിക്കൻ ഇവിടെ പൗണ്ടഡ് ആണ്. ഈ ചിക്കൻ ഇവിടെ ഇന്ന് കുറച്ച് കുറവുണ്ട്. ഇത് ചെറുതാണ്. ചിക്കനൊക്കെ ഇതാണ് വില. ആണോ 19 ബീഫ് എല്ലാ പോർക്ക് എല്ലാ സാധനങ്ങളും കിട്ടാം. ഓക്കെ, ഞാൻ ഇത് മേടിച്ചു. $2.49. ഓക്കെ, ഞാൻ ബില്ലായിട്ട് എന്നിട്ട് സംസാരിക്കാം. Thank you. Sorry.
Hi. Hello. A Petrocard? Would you like it back? No. Thank you. Here? Yeah. Yeah, there you go. Thank you very much. Have a good day. Bye. അങ്ങനെ ഞാൻ ബിൽ ചെയ്തു. സുഹൃത്തുക്കളെ, ഇതാണ് സൂപ്പർ മാർക്കറ്റ് ട്രേഡേഴ്സ് ജോൺ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. സോ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു. നമ്മൾ യാത്രകൾ തുടങ്ങട്ടെ. നമ്മൾ മുകളിലേക്ക് കയറി പോവാണ്. സോറി. അങ്ങനെ ഞാനിപ്പോൾ ചൈന ടൗണിലെത്തിയിരിക്കുകയാണ്. നമ്മൾ സ്ട്രീറ്റ്സൊക്കെ കഴിഞ്ഞു. ഇപ്പം എൻ്റെ ആ സ്ട്രീറ്റ്സിൻ്റെ പേരാണ് ഒന്നും അറിയില്ല. സ്ട്രീറ്റ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പേര് മാത്രമേ ഉള്ളൂ സ്ട്രീറ്റ്സിനൊക്കെ. അങ്ങനെ ഇതാ കണ്ടോ, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു കാണും സ്ട്രീറ്റ്സൊക്കെ. ചൈന ടൗണിലെ സ്ട്രീറ്റ്സ് നമുക്ക് ന്യൂയോർക്ക് പറഞ്ഞിട്ട് ഇത് ന്യൂയോർക്കിൻ്റെ ഡൗൺ ടൗൺ ആണ്. എന്നിട്ട് നമുക്ക് മനസ്സിലാവില്ല കണ്ടു കഴിഞ്ഞാൽ. കണ്ടോ, വയ്യാതെ കച്ചവടക്കാർ അത് ഇതൊക്കെ വിൽക്കുന്നത് കണ്ടോ സുഹൃത്തുക്കളെ. പേരൊക്കെ ഒക്കെ ഉണ്ട്. മാങ്ങ, പേരൊക്കെ എല്ലാം ഉണ്ട്. കറുമ്പ് വില ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ എല്ലാ പഴങ്ങളുണ്ട്. എന്താ വേണ്ട എല്ലാ സാധനം കിട്ടും. നമുക്ക് ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോഴ്സ് പോയിട്ട് കുറച്ച് സ്വീറ്റ് മേടിച്ചു. ഞാൻ ഇപ്പോൾ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകണ്ടേ. അപ്പോൾ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. മിക്കവാറും ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷെ ഒന്ന് ചില അവിടെ ഇന്ത്യയിലെ കാട്ടിയ ഒരു റേറ്റ് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ. നമുക്ക് അവിടെ 50 റുപ്യ കിട്ടുന്ന ഇവിടെ 100 റുപ്യൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ കൂടുതലായിരിക്കും. പക്ഷെ ഇതാ കണ്ടോ ചൈന ടൗൺ. ഞാൻ അധികം കാണിച്ചിട്ട് വെറുപ്പിക്കുന്നില്ല, നമുക്ക് പോവാം. അങ്ങനെ സുഹൃത്തുക്കളെ, എനിക്ക് വിസ കിട്ടിയൊക്കെയാണ്. ബ്രസീൽ വിസ 5 കൊല്ലത്തിൻ്റെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോയിൻമെൻറ്റ് ഒന്നുമില്ല. അവിടെ 20ഓളം ആൾക്കാർ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർ വേണ്ടെന്ന് പറഞ്ഞു. ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും പിന്നെ 80 യൂറോയുടെ ഞാൻ പറഞ്ഞ ഇത് മാത്രം കൊടുത്തിട്ടുള്ളവർക്ക്. അതൊഴിച്ച് പാസ്പോർട്ട്, ഫോട്ടോ, ഇത്ര മാത്രം ഞാൻ കൊടുത്തത്. സോ എനിക്ക് ഇപ്പോൾ വിസ കിട്ടി. ഭയങ്കര സന്തോഷമാണ്. എനിക്കറിയില്ല, അവർ പറഞ്ഞു ഇവിടെയൊക്കെ ഭയങ്കര ബഹളമാണ് ആൾക്കാർ. പോലീസോടെ ഒരാളെ എന്തോട്ട് റിവേഴ്സ് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ബ്രസീൽ വിസ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. സോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറയാം. കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ താഴെ. സോ അടുത്ത വീഡിയോ ഞാൻ ഒരു സ്റ്റേറ്റൻ ഐലാൻഡിൽ നിന്ന് പോകുന്നതായിരിക്കും. സ്റ്റേറ്റൻ ഐലാൻഡല്ല, ഒരു ഫെറി എടുക്കുന്നതായിരിക്കും. ആ ഫെറിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. അതിപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം.